ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒപ്പമുള്ള കറികളൊക്കെ ഒന്ന് നോക്കാം. ഫുള്ള് വെജിറ്റേറിയൻ ആയിരുന്നു, അധികം കറികളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇളവങ്കായ കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കി, കോവയ്ക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി, പിന്നെ മാങ്ങ കൊണ്ടൊരു ചമ്മന്തി അരച്ചു. അപ്പോൾ നമുക്ക് ഇളവങ്കായ കൊണ്ട് എങ്ങനെ മസാലക്കറി ഉണ്ടാക്കിയത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇളവങ്കായുടെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 ചക്കക്കുരു എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലി മുളക് വറുത്ത് പൊടിച്ച പൊടിയാണ് ഇടുന്നത്. കൂടാതെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് തേങ്ങ, ഒരേതൾ കരിവേപ്പിൻ്റെ ഇലയും 2-3 ചെറിയ ഉള്ളി കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. സാമ്പാറിന് വറുക്കണ അത്രയൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം വറവിൽ നമുക്കത് അരച്ചെടുക്കാം. കുക്കർ തുറന്നിട്ട് നമുക്ക് അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി വയ്ക്കുക, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു കരിവേപ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോവയ്ക്ക കൊണ്ട് തോരൻ വെച്ചത് എങ്ങനെ നോക്കാം. അതിന് വേണ്ടി കുറച്ച് കോവയ്ക്ക ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി അരിഞ്ഞിട്ടുണ്ട്. അതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മാങ്ങാ ചമ്മന്തി എങ്ങനെ അരയ്ക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞതും, അതിലേക്ക് 2 വറ്റൽമുളക് ചുട്ടതും, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ കറികളൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായ കറികളാണ്, അധികം പ്രയാസമൊന്നുമില്ല അതൊന്നും ഉണ്ടാക്കാൻ. നമുക്ക് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന കറികൾ തന്നെ ആയിരിക്കും. എന്നാലും ഇപ്പം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ. കറിയിൽ ഉപ്പിടണം എന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കുമ്പോൾ ഉപ്പിടാൻ ആരും മറക്കണ്ട.